പീരീഡ്സ് ആകാൻ വേണ്ടി മരുന്നുകൾ അല്ലെങ്കിൽ പിൽസ് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പീരീഡ്സ് സ്വാഭാവികമായിട്ട് വന്നാലും മരുന്ന് കഴിച്ചിട്ടുണ്ടായാലും അത് പീരീഡ്സ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? ആക്ച്വലി പീരീഡ്സ് എന്ന് പറയുന്നത് വെറും ഒരു ലക്ഷണം മാത്രമാണ്. അതായത് പീരീഡ്സ് ഇല്ലെങ്കിൽ അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമാണ് ശരിയായ പരിഹാരം ലഭിക്കുള്ളൂ. പൊതുവെ പലരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. പകരം മരുന്ന് കഴിച്ച് ആ മാസത്തെ പ്രശ്നം പരിഹരിക്കാനാണ് ഓൾമോസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്നാൽ നമ്മൾ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും പീരീഡ്സ് ലേറ്റ് ആകുന്നതിന് ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഈ പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ജോബ് സ്ട്രെസ്സ്, ഇങ്ങനെയുള്ള സ്ട്രെസ്സിലൂടെ പോകുമ്പോഴൊക്കെ പലർക്കും പീരീഡ്സ് ലേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. PCOSന്റെ കണ്ടീഷൻസിൽ, പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇതിലെല്ലാം പീരീഡ്സ് ലേറ്റ് ആകാറുണ്ട്. അതിനാൽ യഥാർത്ഥ കാരണം കണ്ടെത്താതെ മരുന്നുകൾ അല്ലെങ്കിൽ പിൽസ് ഉപയോഗിക്കുന്നത് ശരിയായ പരിഹാരമല്ല. കാരണം തിരിച്ചറിയുകയും അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് തിരഞ്ഞെടുക്കുകയും ചെയ്താൽ മാത്രമാണ് സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം നേടാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. Velith Homeopathy, on a mission to cure.